പെൺകുട്ടികളാണ് പഠിക്കുന്നതെന്ന് കരുതി അവരോട് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കണമെന്നും എല്ലാം സഹിക്കണമെന്നും പറയുന്നത് എവിടുത്തെ ന്യായമാണ്? മൊട കണ്ടാൽ ആരായാലും ഇടപെടും. ഇത് പഴയ കാലമല്ല എന്നോർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. ഉണ്ണുന്ന ചോറിൽ പുഴു വീഴുന്ന അവസ്ഥ. ഇത്രയേറെ പെൺകുട്ടികൾ പഠിക്കുന്നിടത്ത് ശോചനീയമായ ടോയ്ലറ്റുകൾ. പ്രതികരിക്കുമ്പോൾ TC നൽകുമെന്ന ഭീഷണിയും മാധ്യമപ്രവർത്തകരെത്തുമ്പോൾ ഗേറ്റിൽ തടയുന്നതുമൊക്കെ പഴഞ്ചൻ രീതികളാണ്. എന്തായാലും ഒന്നറിയുക, ഈ പെൺകുട്ടികൾ പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളോട് പറയും എന്താണ് ടീച്ചേഴ്സിനോട് പറയാൻ പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനോട് പറയുന്നുണ്ട്. പക്ഷേ ടീച്ചർമാർ പറയുന്നത് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ TC തന്നുവിടും. പ്രതികരിക്കുന്ന കുട്ടികൾക്ക് TC തന്നുവിടും എന്നാണ് പറയുന്നത്. ഒരു വർഷം കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, അപ്പോൾ നിങ്ങൾ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുക, നല്ലോണം പഠിക്കാതാണ് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ മക്കൾ പെൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് യാതൊരു ഇതുമില്ലേ? ഇതാണ് പറയുന്നത് അവർ. മലപ്പുറം തിരൂർ GHSSലെ വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് RDDയോട് അടിയന്തര റിപ്പോർട്ട് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുഴു വീഴുന്ന മരം അടിയന്തരമായി മുറിച്ചു മാറ്റാനും സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതടക്കമുള്ള അടിസ്ഥാന സൗകര്യം വികസനത്തിനായി 3.90 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം ആരംഭിക്കും. സ്കൂളും കോമ്പൗണ്ടും അടിയന്തരമായി ശുചീകരിക്കാനും പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓടിട്ട പഴകിയ കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴായി പുഴുശല്യം ഉണ്ടായതായി പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതരും PTAയും നടപടിയെടുക്കാതിരുന്നതോടെയാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സ്കൂളിന് മുന്നിലെ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥിനികൾ സ്കൂളിനകത്ത് ഏറെ നേരം പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.